സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ റോയൽ എൻഫീൽഡിൻ്റെ 100-350യുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയോളം മാത്രമേ ഇപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. റോയൽ എൻഫീൽഡ് ബ്രാൻഡിൻ്റെ മോട്ടോർ സൈക്കിൾസിൽ വെച്ചിട്ട് എൻട്രി ലെവൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയാവുന്നൊരു മോട്ടോർ സൈക്കിളാണിത്. എന്ന് വെച്ച് ഈ 350cc മോട്ടോർ സൈക്കിളിൽ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണിത്. 350cc J1 സീരീസ് എഞ്ചിൻ ലഭിക്കുന്നുണ്ട്. വളരെ വൈബ്രേഷൻ അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. J1 സീരീസ് എഞ്ചിൻ ലഭിക്കുന്നത്. സ്റ്റേഡി ആയിട്ടുള്ളൊരു ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിമാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. ഡിജിറ്റൽ അനലോഗ് മീറ്റർ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡിനെയും ക്ലാസിക്കിനെയും വെട്ടിയിട്ട് ഈ മോഡലിൽ ഫുൾ അലോയ് വീൽസും ട്യൂബ്ലെസ് ടയേഴ്സും ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് കുറവാണ്. നമുക്ക് USB ചാർജിങ് വരുന്നുണ്ട്. വീൽ ബേസ് കുറവാണ്. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ളൊരു വെഹിക്കിളാണ് 100-350. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. 100-350യുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ലുക്ക് വരിക അതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക്, ഇൻഡിക്കേറ്ററിലേക്ക്, പിന്നെ ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള DG അനലോഗ് മീറ്ററിലേക്കാണ്. അതെ, ഡിജിറ്റലും അനലോഗും മിക്സ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. കൂടുതലും സിറ്റി ഡ്രൈവിങ്ങിന് വളരെ യൂസ്ഫുൾ ആവുന്ന, വളരെ ഹാൻഡി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനമാണ് ബുള്ളറ്റിൻ്റെ ഈ 100-350 എന്നുള്ള മോഡൽ. ഇതിൻ്റെ താഴെയാണ്, ഈ ലിവറിന് താഴെയാണ് USB പോർട്ട് വരുന്നത്. പിന്നെ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ലിവേഴ്സ് എല്ലാം തന്നെ നമ്മളെന്താ പറയുക, മെറ്റൽ കോട്ടഡ് എന്നല്ല, ഫുൾ മെറ്റലാണ്. ലിവർ പോലും മെറ്റലാണ് അവർ എന്താ പറയുക ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വാഹനത്തിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള മാറ്റ് ബ്ലാക്ക് കവറിങ് വരുന്ന ഹാലജൻ ബൾബ് യൂസുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മുടെ വാഹനം. 100-350ക്ക് 41mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത് 130 മില്ലിമീറ്ററാണ്. അതായത് 130 മില്ലിമീറ്റർ നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ട് വർക്ക് ചെയ്യും. അതായത് അത്യാവശ്യം വലിയൊരു കുഴി ചാടിയപ്പോൾ നമുക്ക് അതിൻ്റെ ചാട്ടമൊന്നും വണ്ടിക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. അതെ, ക്ലാസിക്കിൽ വരുന്നില്ല, ബുള്ളറ്റ് 350ലും വരുന്നില്ല. പക്ഷേ ഈ മോഡലിൽ 110-70-17 സൈസ് വരുന്ന ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ MRF അല്ലെങ്കിൽ C8ൻ്റെ ടയറായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 17 ഇഞ്ച് മൾട്ടിപ്പിൾ സ്പോക്ക് വരുന്ന മാറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന നല്ല അടിപൊളി അലോയ് വീൽ വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. 300mm ഫ്ലോട്ടിംഗ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഡ്യുവൽ പിസ്റ്റനുമായിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് നമ്മുടെ സേഫ്റ്റിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. പക്ഷേ സാധാരണ മോഡലിനേക്കാളും കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടുള്ള മഡ് ഗാർഡാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്പോർട്ടി ആയിട്ടുള്ള മഡ് ഗാർഡാണ്. ഇതാണ് ഫ്രണ്ട് ടയറിൻ്റെ പാറ്റേൺ. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് അലോയ് വീൽ കൂടെ ഒന്ന് കാണിച്ചിട്ട്, ഇതാണ് വാഹനത്തിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ വരുന്നത്. വളരെ ഭംഗിയുള്ള അലോയ് വീലാണ്. ഇത് ഞാൻ നോർമലി ഇത്രയും മൾട്ടിപ്പിൾ സ്പോക്സ് കൂടുതൽ ഞാൻ കാറുകളിലാണ് കണ്ടേക്കുന്നത്. പക്ഷേ എനിക്ക് ഈ മോഡൽ കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. പിന്നെ അലോയ് വീലിന് ചുറ്റുമായിട്ട് താഴ്ഭാഗങ്ങളിൽ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റിക്കർ വർക്ക് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ടയർ സൈസ് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, 110-70-17 ടയർ സൈസ് നോർമലി വരുന്നത്. സ്റ്റാൻഡേർഡിലും ബുള്ളറ്റ് 350ലും വ്യത്യാസമുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 150 mm ആണ്. ടോട്ടൽ വെയിറ്റ് 179 കിലോഗ്രാമാണ്. ഈ സെഗ്മെൻറ്റിൽ, അതായത് ബുള്ളറ്റിൻ്റെ ഈ ഒരു റേഞ്ചിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു ബുള്ളറ്റ് എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. 100നെ വെയിറ്റ് കുറഞ്ഞ മോട്ടോർ സൈക്കിൾ ബുള്ളറ്റിൻ്റെ ഏറ്റവും കുറവ് 100 ആണ്. പിന്നെ അതുകൂടാതെ ഇതൊരു ചെറിയ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 4 അടി 8 ഇഞ്ച് പൊക്കം അല്ലെങ്കിൽ ഒരു 5 അടി പൊക്കമുള്ള ആൾക്കാർക്ക് തൊട്ട് സുഖമായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്ത് കാല് നിലത്ത് എത്തും. അതുപോലെ നടക്കാവുന്ന, കാലെത്തിച്ച് നമുക്ക് സിറ്റിയിലൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക, ഹെവി ട്രാഫിക്കിലൊക്കെ കൊണ്ടു നടക്കാവുന്ന ഒരു അടിപൊളി വാഹനമാണ് 100-350. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വെറുതെ 790 mm വരുന്നുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണോട്ട്. ഇതാണ് വാഹനത്തിൻ്റെ ആ ക്ലാസിക്കായിട്ട്, ആ ബുള്ളറ്റിൻ്റെ ക്ലാസിക്കായിട്ടുള്ള ടാങ്കിനാണ് ഈ മോഡലും വരുന്നത്. 13 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. 2 ലിറ്റർ റിസർവ് വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെയും പ്യൂർ ഡ്രൈവിൻ്റെയും ഗ്രാഫിക്സ് രണ്ട് സൈഡിലും നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. നല്ല ക്രോമിൻ്റെ നല്ല ഭംഗിയുള്ള, ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്യൂൽ ക്യാപ്പ് നമ്മുടെ വണ്ടിക്ക് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്വിച്ചസും ബാർ ആണ്. ഈ മോഡലിൽ ബാർ വരുന്ന മാറ്റ് ബ്ലാക്ക് കളറിലാണ്. നല്ല വിൻറ്റേജ് ടൈപ്പ് റോട്ടറി സ്വിച്ചസ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ്സും ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഐ ബട്ടൺ വരുന്നുണ്ട്. ആ ഐ ബട്ടൻ്റെ താഴെയായിട്ടാണ് നമുക്ക് USB കുത്താനുള്ള ചാർജിങ്ങിൻ്റെ സ്പോട്ട് വരുന്നത്. പിന്നെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ കൂടെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അതാണ് USB കുത്താനുള്ള ഓപ്ഷൻ വരുന്നത്. റൈറ്റ് സൈഡിലെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ കീൽ സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഹസാർഡിൻ്റെ സ്വിച്ച് കൂടെ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ എടുത്ത് പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഈ സെമി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണ്. ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് നമുക്ക് ന്യൂട്രൽ ലൈറ്റ്, ബാറ്ററി മാൽ ഫംഗ്ഷൻ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ABS മാൽ ഫംഗ്ഷൻ എല്ലാം കാണിക്കുന്നുണ്ട്.
മോൾ ഭാഗത്തായിട്ട് സ്പീഡോമീറ്റർ കിലോമീറ്ററിലും മൈലിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഡിജിറ്റലായിട്ട് കാണിക്കുക ഫ്യൂവൽ ഗേജ് കാണിക്കുന്നുണ്ട്, ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ, ഗിയർ പൊസിഷൻ എത്രയാണ്, ഔട്ട്സൈഡ് എന്നുണ്ട് ടൈം എത്ര വരുന്നുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് 1 ട്രിപ്പ് 2 പിന്നെ ട്രിപ്പ് F ഫുൾ ടാങ്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടുന്നു എന്ന് കാണിക്കാം. റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. താഴെ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ ലൈറ്റ് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാമാണ് കാണിക്കുന്നത്. വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു ഷേപ്പിലുള്ള സിംഗിൾ ബെഞ്ച് സീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ സ്പേസ് ഉള്ളതാണ്, വളരെ വിഡ്ത്ത് ഉള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് കൂടുതലാണ്, റൈഡറിന് കൂടുതൽ തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ലോങ് ട്രാവലിന് മണിക്കൂറുകളോളം നമുക്ക് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്താൽ പോലും ഒട്ടും ഒരു ക്ഷീണമോ കാലുവേദന കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റിയർ ഗ്രാബ് റെയിലും ഈ മോഡലിന് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി നോക്കുമ്പോൾ നല്ല ഭംഗി അതിന് എടുത്ത് കാണിക്കുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള 6 സ്പീഡ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്തിട്ടുള്ള J സീരീസ്, അതായത് J1 സീരീസ് എഞ്ചിനാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. 349 cc ആണ് പവർ വരുന്നത്. 349 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ്. പവർ 20 bhp വരുന്നുണ്ട്. ടോർക്ക് 27 Nm വരും. ടോപ്പ് സ്പീഡ് 120 വരെ നമുക്ക് പോകാം. 0 to 100 കവർ ചെയ്യാനായിട്ട് വെറും 16.4 സെക്കൻഡ് മാത്രം വരും. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുക വാഹനത്തിന് വൈബ്രേഷൻ ഉണ്ടോയെന്നാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക് ബുള്ളറ്റ് ഈ രണ്ടും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹണ്ടറിന് ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു 100% ഒരു 10% വൈബ്രേഷൻ ഹണ്ടറിന് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ ചേസിൻ്റെ ഡിസൈനാണ്, ഡൗൺ ട്യൂബ് സ്പൈൻ ചേസസ് ഡിസൈനാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ക്ലാസിക്കിനേക്കാളും സ്റ്റാൻഡേർഡിനേക്കാളും ഫ്രണ്ട് പോർഷനിലെ എഞ്ചിൻ കഴിഞ്ഞിട്ട് മേളിലേക്ക് ഒരു ചേസിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അത് ഈ മോഡലിനില്ല. നിങ്ങൾ സൈഡിൽ നിന്നുള്ള വ്യൂ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് പോകുക അല്ലെങ്കിൽ റിവൈൻഡ് അടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പോർഷൻ ഇതിൽ വരുന്നില്ല. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെയും വെയിറ്റ് കുറക്കാനായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ വാഹനത്തിൻ്റെ ചെയിൻ കവർ ഓപ്പൺ ചെയിൻ കവറാണ്. 4 ഫുട്ട് റെസ്റ്റും സെയിം ഡിസൈനാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന് സാരി ഗാർഡ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. പക്ഷേ സാരി ഗാർഡിന് ഫുട്ട് പാഡില്ല, ഫുട്ട് വെക്കാനുള്ള പാട് വരുന്നില്ല. ബാക്ക് സൈഡ് 6 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ട്വിൻ ട്യൂബ് എമൽഷൻ ഷോക്കപ്പാണ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്നത്. ഡ്യുവൽ സൈഡ് ഷോക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് ആവശ്യം പോലെ 6 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡ് LED ടെയിൽ ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള അടിപൊളി ടെയിൽ ലൈറ്റാണ് ലഭിക്കുന്നത്. ബാക്കിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാരണം വെച്ചാൽ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയറാണ്. നല്ല വീതിയുള്ള ടയറാണ്. 140/70/17 ട്യൂബ്ലെസ് ടയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസ് വരും. ബാക്ക് സൈഡ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 270 mm ഫ്ലോട്ടിംഗ് ഡിസ്ക്കാണ് വരുന്നത്. അതുകൂടാതെ ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈൻ്റെ മോഡൽ, അതായത് മെട്രോ മോഡലിലൊക്കെ നമുക്ക് ഡ്യുവൽ ചാനൽ ABSഉം വാഹനത്തിന് ഓൾറെഡി ലഭിക്കുന്നുണ്ട്. അതാണ് വാഹനത്തിൻ്റെ ടയറിൻ്റെ പാറ്റേൺ വരുന്നത്. നല്ല വലിപ്പമുള്ള ടയറാണ്. R15 ബാക്ക് സൈഡ് ടയറിലെ അതുപോലത്തെ ഒരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സൈലൻസർ കുറച്ചുകൂടി ഷോർട്ട് സൈലൻസറാണ്. അത് വാഹനത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക്കിലും വരുന്ന സെയിം ടു സെയിം സൗണ്ട് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സൈലൻസർ വലിപ്പം കുറവാണ്. അത് ഈ ഒരു മോഡൽ ഒരു കുറച്ചുകൂടിയും സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡിസൈൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയിട്ടാനായിട്ട് അത് ഒരു ഒതുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ സൗണ്ടിന് യാതൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ചേസസിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൽ ഇവിടേക്കാണ് ബാഡ്ജിങ് വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ ടാങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരും. പ്യുവറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ സൈഡ് കവർ പീസിൽ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഹണ്ടറിൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ സെയിം ടു സെയിം റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പ്യുവർ ഡ്രൈവിൻ്റെ ബാഡ്ജിങ് വരും. റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ വരുന്നത് നമ്മുടെ സെമി ഡിജിറ്റൽ മീറ്ററിൻ്റെ അകത്താണ് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരുന്നത്. പിന്നെ എടുത്ത് പറയാവുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യുന്ന പോർഷനിലും ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. എനിക്ക് എഞ്ചിൻ സൗണ്ട് ക്ലാസിക്കിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഹണ്ടറിൻ്റെയാണ്. നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എക്സോസ്റ്റിൻ്റെ സൗണ്ട് കുറച്ചുകൂടി പതിഞ്ഞ സൗണ്ടാണ്. പക്ഷേ നല്ല സ്പോട്ടിയാണ്, നല്ല രസമാണ് റിയലായിട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അടുത്ത് എന്തായാലും ബുള്ളറ്റിൻ്റെ ഷോറൂം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സ്പോർട്സ് ബൈക്കിൽ വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ബ്രേക്ക് ലിവർ നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. കിക്കർ വരുന്നില്ല കേട്ടോ. കിക്ക് സ്റ്റാർട്ട് J സീരീസിൽ J1 സീരീസ് എഞ്ചിനിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ 2,06,000 രൂപയാണ് ഈ മോഡലിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇത് കളർ അനുസരിച്ച് പ്രൈസ് മാറുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു റെട്രോ മെട്രോ അങ്ങനെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് അഡീഷണലായിട്ട് ഡിസൈൻസ് മാറുന്നുണ്ട്. പിന്നെ ബാക്കിൽ ABS ഡ്യുവൽ ചാനൽ ABS കൂടി വരുന്നുണ്ട്. 2,06,000 രൂപയ്ക്ക് ഈ ഒരു റേഞ്ചിൽ ഈ വണ്ടിനെ വെട്ടാൻ കോമ്പറ്റീഷൻ വരുന്നത് CB നമ്മുടെ ഹോണ്ടയുടെ CB 350 ആണ്. പക്ഷേ അത് പ്രൈസിങ്ങിൽ വളരെ ഹെവിയാണ്. ഇതിനേക്കാൾ ഒരുപാട് പ്രൈസ് വരുന്നത്. അപ്പോൾ 2 രൂപ റേഞ്ചിൽ നിങ്ങളൊരു വണ്ടി, ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു അടിപൊളി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറിച്ചൊന്നും ചിന്തിക്കേണ്ട മച്ചാന്മാരെ. ഏറ്റവും ടോപ്പ് ചോയ്സ് ഈ സാധനം തന്നെയാണ്. പിന്നെ സർവീസിൻ്റെ കാര്യത്തിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബുള്ളറ്റാണ്. അപ്പോൾ സർവീസും അതുപോലെ തന്നെ സ്പെയർ പാർട്സും ചീപ്പായിരിക്കും എന്നാണ് അവർ പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്